ഹലോ നമസ്കാരം, എല്ലാവർക്കും ഫിലിമി മലയാളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫെഡെ അൽവാരസ് സംവിധാനം ചെയ്ത് 2016 പുറത്തിറങ്ങിയ ഡോൺ ബ്രീത്ത് എന്ന അമേരിക്കൻ ഹൊറർ ത്രില്ലർ മൂവിയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശ്വാസം അടക്കി പിടിച്ച് കാണേണ്ട മൂവിയാണ്. എപ്പോ എവിടെ എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ല, അത്രയധികം ട്വിസ്റ്റ് നിറഞ്ഞൊരു മൂവിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മൂവിയിലോട്ട് പോകാം. തുടക്കത്തിൽ അധികം ആൾപെരുമാറ്റമില്ലാത്ത റോട്ടിലൂടെ ഒരു പെണ്ണിന്റെ മുടിയിൽ കുത്തിപ്പിടിച്ച് ഒരാൾ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നു. അടുത്ത സീൻ എന്താന്ന് നോക്കിയാൽ മൂവർ സംഘം ഒരു വീട്ടിൽ കക്കാൻ കയറിയിരിക്കുന്നു. അതിൽ ആ പെണ്ണിന്റെ പേരാണ് റോക്കി, മറ്റു രണ്ടു പേരാണ് മണി, അലക്സ്. ഇവരുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് മെയിൻ ആയിട്ട് ഇവർ പണമല്ല മോഷ്ടിക്കുന്നത്. ആ വീട്ടിലുള്ള ലാപ്ടോപ്പ്, ചെരുപ്പ്, ഡ്രസ്സ് ഇതെല്ലാം അവർ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ അവര് ആ വീട്ടിൽ നിന്നും സാധനങ്ങളെല്ലാം എടുത്ത് നൈസായിട്ട് എസ്കേപ്പ് ആകും. കാറിൽ പോകുന്ന വഴിക്ക് നമ്മുടെ മണിയും റോക്കിയും പുറത്ത് എവിടെയെങ്കിലും പോയി സെറ്റിൽ ആകുന്നതിനെ കുറിച്ച് സംസാരിക്കും. ഇവർക്ക് രണ്ടു പേർക്കുമിടയിൽ ചെറിയൊരു സിങ്കുണ്ട്. അതേ നേരം അലക്സിന് റോക്കിയുടെ മീത് ഒരു കണ്ണുണ്ട്. നീയും വാ അലക്സ് എന്ന് റോക്കി പറയും. എനിക്കിവിടെ പപ്പ മാത്രമല്ലേ ഉള്ളൂ, അവര് തനിച്ചാക്കി ഞാൻ എവിടെയും വരാൻ പറ്റൂല. വീട്ടിലെത്തിയ അലക്സ് പപ്പയുടെ റൂമിന്റെ കഥക് തട്ടി പപ്പ അവിടെ ഉണ്ടോ ഇല്ലെന്ന് നോക്കി അകത്ത് കയറി. ഇവന്റെ പപ്പ ഒരു സെക്യൂരിറ്റി കമ്പനി വെച്ചിട്ടുണ്ട്. ഒത്തിരി കാശുള്ള ആളുകൾ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത് അവരുടെ വീടിന് ഡ്യൂപ്ലിക്കേറ്റ് കീ കൊടുത്ത് സേഫ് ആക്കി വെക്കും. പക്ഷെ നമ്മുടെ ആശാൻ ഓരോ ദിവസം ലോക്കർ തുറന്ന് അതിൽ ഓരോ വീടിന്റെ കീ എടുത്ത് കൂട്ടുകാരെയും കൂട്ടി കക്കാൻ പോകും. അങ്ങനെ കട്ട സാധനങ്ങൾ വിൽക്കാൻ പോയ മണിക്ക് അവൻ ഉദ്ദേശിച്ച പണം കിട്ടില്ല. അതന്നെ അയാളുടെ അടുത്ത് വഴക്കുണ്ടാക്കും. നിനക്ക് കാശിന് ഇത്ര ആവശ്യമുണ്ടെങ്കിൽ പണം മോഷ്ടിച്ചുവിടേടാ എന്ന് അയാൾ ചോദിക്കും. അന്ന് കണ്ടുമുട്ടിയ മൂവർ സംഘത്തിന് മണി ഒരു പ്ലാൻ പറയും. ഒരു വീട് കാണിച്ച്, നിന്റെ ഡാഡിയുടെ സെക്യൂരിറ്റി കമ്പനി ഈ വീടിന്റെ കീ വെച്ചിട്ടുണ്ട്. ഈ വീടിന്റെ ചുറ്റും ഒറ്റ വീട്ടിലും ആരും താമസിക്കുന്നില്ല. അവിടെ ഒരു വയസ്സായ എക്സ് ആർമി മനുഷ്യ താമസിക്കുന്നത്. ഈ വീട്ടിൽ കയറാനായിട്ട് അവൻ ഒരു കാരണം പറയും. കുറച്ചു കാലം മുൻപേ ഇയാളുടെ മകൾ ഒരു വലിയ വീട്ടിലെ പെൺകുട്ടിയുടെ വണ്ടി ഇടിച്ചു മരിക്കും. അതിനാൽ അവളുടെ പേരൻസ് ഏകദേശം 2.5 കോടി രൂപയോളം കൊടുത്ത് ഈ കേസ് അങ്ങ് ഒതുക്കും. ആ പണം മുഴുവൻ വയസ്സിന്റെ കയ്യിലുണ്ട്. റോക്കിയും മണിയും പ്ലാനിൽ ഹാപ്പിയാകും. എന്നാൽ അലക്സ് ഇത്രയ്ക്കും വലിയ റിസ്ക് ഒന്നും വേണ്ട, ഞാൻ പോകുക എന്ന് പറഞ്ഞു പോകും. വീട്ടിലെത്തിയ അലക്സിനെ പ്ലീസ് വായോടാന്ന് റോക്കി മെസ്സേജ് അയക്കും. കാരണം അവളുടെ അമ്മ ഭയങ്കര ദുഷ്ടതയാണ്. പിന്നെ അവൾക്കുള്ളത് ഒരു മകളാ. അവളെയും കൂട്ടി നല്ല പോലെ ലൈഫ് സെറ്റിൽ ആക്കണം എന്നുള്ളതാണ് ഇവളുടെ ആഗ്രഹം. അങ്ങനെ ഇരിക്കുമ്പോൾ റോക്കിക്ക് വേണ്ടി അലക്സ് ഓക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കും. അന്നേ ദിവസം മൂവർ സംഘം ആ വയസ്സിന്റെ വീട് നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകും. കാറിലിരുന്ന് ആദ്യം വീടും പരിസരവും നിരീക്ഷിക്കാൻ തുടങ്ങി. ഇന്നേരം റോക്കിയുടെ കയ്യിലുള്ള ടാറ്റു ശ്രദ്ധിച്ച അലക്സ് ഇതെന്തിന്റെ ടാറ്റു എന്ന് ചോദിക്കും. ചെറുപ്പത്തിൽ എൻ്റെ അമ്മ കുടിച്ചു വന്ന എന്നെ കാറിന്റെ ഡിക്കിയിലിട്ട് പൂട്ടും. അമ്മ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം പേടിച്ചു കരഞ്ഞ എൻ്റെ അടുത്തേക്ക് വണ്ട് കൂട്ടുകൂടാൻ വന്നു. അതിന്റെ ഓർമ്മയ്ക്കാ ഈ ടാറ്റു. മണി വീടിന്റെ പുറമെല്ലാം നിരീക്ഷിച്ചതിന് ശേഷം കാറിൽ കയറി അതേപ്പറ്റി ഇവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ കാറിന്റെ വിൻഡോയുടെ അടുത്ത് ഒരു പട്ടി ഭയങ്കരമായിട്ട് വെറി പിടിച്ചതുപോലെ കുറയ്ക്കും. എന്താ അതിങ്ങനെ കുറയ്ക്കണമെന്ന് വെച്ച് നോക്കിയാൽ നമ്മൾ പറഞ്ഞ ആ വയസ്സായ എക്സ് ആർമി മനുഷ്യൻ. അയാളുടെ കയ്യിൽ ഒരു വടിയുണ്ട്. അത് വെച്ചാണ് അയാൾ നടക്കുന്നത്. അയാൾക്ക് കണ്ണ് കാണില്ല. അതിനാൽ നമ്മുടെ ജോലി കുറച്ചും കൂടി ഈസി ആയെന്ന് മണി പറയും. അപ്പോൾ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി നമ്മൾ ഈ വീട്ടിൽ കയറുന്നു. ഡൺ. അന്ന് രാത്രി കക്കാൻ 3 പേരും വീടിന്റെ മുറ്റത്ത് വന്നു നിൽക്കും. ഉള്ളിൽ നിന്ന് നായ കുറച്ചുകൊണ്ടിരിക്കുന്നു. ഫസ്റ്റ് ഇതിനൊരു പണി കൊടുക്കണം. അതിന്റെ ഫുഡിൽ വിഷം കലർത്തി മയക്കി കിടത്തി. അതിനുശേഷം അലക്സ് ഡാഡിയുടെ റൂമിൽ നിന്നും എടുത്ത കീ മണിക്ക് കൈമാറും. പക്ഷെ എന്തോ ആ ഡോർ തുറക്കാൻ പറ്റില്ല. അടുത്തത് വീടിന്റെ അണ്ടർഗ്രൗണ്ട് വഴി അകത്ത് കയറാൻ ട്രൈ ചെയ്യും. കതക് ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തതിനാൽ അതും ചീറ്റിപ്പോകും. ഇതോടെ എന്താടാ ഇത് എന്നും പറഞ്ഞ് മണിക്ക് പ്രാന്ത് പിടിച്ച് നടക്കും. ഇപ്പോൾ നമ്മുടെ നായക റോക്കിക്ക് ഒരു ഐഡിയ ഉദിക്കും. ഞാൻ ഈ ബാത്റൂമിന്റെ വിൻഡോ വഴി അകത്ത് കടന്ന് മെയിൻ ഡോർ തുറക്കാം, ഓക്കെ? പറഞ്ഞതുപോലെ ബാത്റൂമിന്റെ വിൻഡോ അടച്ച് അകത്ത് കയറിയ നായകയുടെ ഷൂസിൽ ഒരു ചെറിയ ചില്ലും കഷ്ണം ഒട്ടും. അവൾ വേഗം നടക്കും. കാരണം 20 സെക്കൻഡിനുള്ളിൽ വീടിനുള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന അലാം അടിക്കും. നടക്കുന്ന വഴി കാലിൽ നിന്ന് കര ശബ്ദം കേൾക്കും. എന്താണെന്ന് നോക്കിയാൽ ഷൂസിൽ ഒട്ടിരിക്കുന്ന ചില്ല് കഷ്ണം. അത് അവളെ എടുത്ത് കളഞ്ഞ് വീട്ടിലെ അലാം അടിക്കുന്നതിന് മുമ്പ് കണ്ടുപിടിച്ച് റിമോട്ട് വെച്ച് ഡീആക്ടിവേറ്റ് ചെയ്യും. അതിനുശേഷം ഓടിപ്പോയി കതക് തുറന്ന് 2 ചങ്കുകളെയും അകത്ത് കയറ്റും. ആദ്യപടി 3 പേരും ഷൂസ് ഊരി ഒരു സ്ഥലത്ത് വെച്ച് 3 വഴിക്ക് നടന്ന് പണപ്പെട്ടി എവിടെയാണെന്ന് തിരഞ്ഞുകൊണ്ടിരിക്കും. മണി മുകളിലെ ടിവിയുടെ ശബ്ദം കേട്ട് ആ മുറി തേടിപ്പോയി. അവിടെ വയസ്സായ മനുഷ്യൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത ടിവിയിൽ എനിക്ക് തോന്നുന്നു അയാളുടെ മരിച്ചുപോയ മകളുടെ ചെറുപ്പത്തിലെ വീഡിയോ ആണ്. അതും പ്ലേ ചെയ്തിട്ടുണ്ട്. ബെഡിന് താഴെയായിട്ട് ഗണ്ണ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മണി അവന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ആദ്യം അയാളെ മയക്കാൻ വിഷവാതകം റെഡിയാക്കും. പെട്ടെന്ന് ആ മനുഷ്യൻ എഴുന്നേറ്റ് TV ഓഫ് ചെയ്ത് തിരിച്ചു വീണ്ടും കിടക്കും. ഇന്നേരം വിഷവാതകത്തിന്റെ കുപ്പി ഓപ്പൺ ചെയ്ത് ഡോർ ക്ലോസ് ചെയ്ത് മണി താഴെ ഇറങ്ങി വരും. നായിക ഒരു ഡോർ കാണിക്കും. അത് അണ്ടർഗ്രൗണ്ടിലോട്ട് പോകുന്നതാണ്. ഭയങ്കരമായിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെയായിരിക്കും അയാൾ പണം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് മണി പറയും.
അത് തുറക്കാൻ ബാഗിൽ നിന്ന് ടൂൾസ് എല്ലാം എടുത്ത് ട്രൈ ചെയ്യും. പക്ഷെ തുറക്കാൻ പറ്റുന്നില്ല. ഉടനെ കയ്യിൽ സൂക്ഷിച്ച ഗണ്ണ് മണി എടുക്കുമ്പോൾ അയ്യോ ഇതൊന്നും വേണ്ടടാ വിട്ടിട്ട് പോകാടാ വാ പോകാമെന്ന് അലക്സ് പറയും. എന്നാൽ മണി ഗണ്ണ് വെച്ച് ലോക്ക് കട്ട് ചെയ്യും. ദേഷ്യം വന്ന് ഞാൻ പോകാമെന്ന് പറഞ്ഞ് അലക്സ് ഷൂസ് എടുത്ത് തിരിച്ചു പോകും. ഇവിടെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ചെറിയൊരു ശബ്ദം കേൾക്കും. ഇപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ക്യാമറ തിരിച്ചു കാണിക്കുന്നത് ആ മനുഷ്യനെയാണ്. ആരാ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ ഹലോ സർ സോറി ഞാൻ വീട് തെറ്റി കയറി വന്നതെന്ന് മണി പറയും. ഓപ്പൺ സിനിമയിൽ നമ്മുടെ ലാലേട്ടനെ പോലെ ഇയാൾക്ക് കണ്ണ് കാണില്ല എന്നേ ഉള്ളൂ. ആളൊരു പുലി തന്നെയാണ്. അയാളുടെ കാല് വെച്ച് പൊട്ടിക്കിടക്കുന്ന ലോക്ക് കണ്ടുപിടിക്കും. ഇന്നേരം മണി ഗൗരവത്തോടെ നോക്ക് ഇവിടെ നിറയെ പണം ഉണ്ടെന്ന് എനിക്കറിയാം. ഗണ്ണെടുത്ത് അയാൾക്ക് നേരെ ചൂണ്ടി അടുത്ത് വരണ്ട ഞാൻ വെടിവെച്ച് കൊല്ലും. പക്ഷെ അയാൾ അടുത്ത് വന്നുകൊണ്ടേയിരിക്കും. അയാളെ പേടിപ്പിക്കാൻ ഒരു വെടി വെറുതെ വെക്കും. എന്നിട്ടും ധൈര്യപൂർവ്വം അയാൾ മുന്നോട്ട് വരും. വെടിവെച്ച കേട്ട് പോയ അലക്സ് തിരികെ വരും. വയസ്സൻ അടുത്ത് വന്ന് മണിയുടെ കയ്യിൽ നിന്ന് ഗണ്ണ് പിടിച്ചു വാങ്ങി അവന്റെ കഴുത്തിന് ഒറ്റ വെടി. ഇതോടെ അവൻ ക്ലോസ് ആയി. ഇതെല്ലാം കണ്ട് നമ്മുടെ നായകൻ വിറങ്ങലിച്ചു. അവൾ അങ്ങനെ തന്നെ അടുത്തുള്ള ബാത്റൂമിൽ കയറിയിരിക്കും. ഇടവഴിയിലൂടെ വളരെ വേഗത്തിൽ നടന്നു വരുന്ന വയസ്സനെ കണ്ട് തിരിച്ചു വന്ന അലക്സ് ഷോക്കാകും. ആ വീട്ടിലെ ഓരോ മുക്കും മൂലയും അയാൾക്ക് നല്ല പരിചയമാണ്. ഇപ്പോൾ വീടിന്റെ ഡോറ് തുറന്നിരിക്കാന്ന് മനസ്സിലാക്കിയ അയാൾ വലിയൊരു പൂട്ടിട്ട് അതങ്ങ് പൂട്ടും. ആ മനുഷ്യൻ തിരിച്ചു വരുന്ന വഴിക്ക് അലക്സ് പെട്ടെന്ന് തന്നെ അവിടെയുള്ള സിങ്കിന് കീഴെ ചെന്നിരിക്കും. നേരത്തെ റോക്കി വന്ന ബാത്റൂമിന്റെ വിൻഡോയിലോ അതും അയാൾ തപ്പിപ്പിടിച്ച് പല കടിച്ചു വെക്കും. ഇപ്പൊ നായിക അലക്സിന് മെസ്സേജ് അയക്കുന്നത് നീ എവിടെയാ, നമ്മുടെ മണി അയാൾ കൊന്നു, ഇനി എന്തു ചെയ്യും, നീ പേടിക്കാതെ ഞാൻ ഇവിടെ തന്നെയുണ്ട്, ഞാൻ വരാന്ന് അലക്സ് പറയും. ഈ സമയം നായിക ഇരിക്കുന്ന ബാത്റൂമിന്റെ ഉള്ളിലേക്ക് അയാൾ കയറി ചെല്ലും. അവിടെ ചുവരിലെ പലക പോലെ ഒന്നുണ്ട്. അതെടുത്ത് മാറ്റുമ്പോൾ അതിനുള്ളിൽ ഒരു ലോക്കർ. തുറന്നു നോക്കി പണം ഉണ്ടോയെന്ന് ചെക്ക് ചെയ്ത് തിരിച്ചു പോകും. അവിടെയുള്ള നമ്മുടെ നായികയ്ക്ക് ആ ലോക്കറിന്റെ നമ്പർ മനസ്സിലായി. ഉടനെ നമ്പർ ഉപയോഗിച്ച് ലോക്കർ തുറന്ന് പണം എല്ലാം അവൾ കൈക്കലാക്കും. കറക്റ്റ് ടൈമിന് അലക്സും അവിടെ എത്തിച്ചേരും. നേരത്തെ മണി തുറന്ന ഡോറ് അണ്ടർഗ്രൗണ്ടിലോട്ടുള്ളതല്ലേ, അതുവഴി നമുക്ക് പുറത്ത് കടക്കാം, വാ പോകാം. പോകാനായി രണ്ടുപേരും ഒരുങ്ങി നിൽക്കുമ്പോൾ അവിടേക്ക് വയസ്സൻ കടന്നു വരുന്നു. കുറച്ച് ഭയത്തോടെ രണ്ടുപേരും നിൽക്കുന്നു. അയാൾ മണിയുടെ ബോഡി എടുക്കാൻ വന്നതാ. അലക്സ് പതിയെ 2 സ്റ്റെപ്പ് പുറകിലോട്ട് കാല് വെക്കും. ആ ശബ്ദം കേട്ട് പെട്ടെന്ന് ഗണ്ണെടുത്ത് ആ സ്ഥലത്ത് നിരച്ചുണ്ടും. ഒന്നുമില്ലെന്ന് വെച്ച് വീണ്ടും അയാൾ പോകാൻ നോക്കുമ്പോൾ ഫോൺ റിങ് ചെയ്യും. ടക്കെന്ന് അവിടേക്ക് വെടിവെക്കും. അത് പക്ഷെ മണിയുടെ ഫോണാകും. അത് മനസ്സിലാക്കിയ അയാൾ മണിയും പൊക്കി എടുത്ത് പോകും. അലക്സും റോക്കിയും ഈ ടൈമിൽ അണ്ടർഗ്രൗണ്ടിലൂടെ കടന്ന് പുറത്തേക്കുള്ള വഴി നോക്കി നടന്നു നീങ്ങും. ചുറ്റും ഇരുട്ട് മാത്രം. എന്തോ ചെയ്യാൻ പോകുന്നതിനിടയ്ക്ക് പെട്ടെന്ന് വയസ്സിനൊരു സ്മെല്ല് വരും. എന്തതെന്ന് സ്മെൽ ചെയ്തു പോകുമ്പോൾ മണിയുടെ ഷൂ. അയാൾ അവിടെ വീണ്ടും തപ്പുമ്പോൾ വേറെയും ഷൂസ്. ഇതോടെ അയാൾക്ക് ഒരു കാര്യം പിടികിട്ടും, ഒന്നിൽ കൂടുതൽ ആളുകൾ അവിടെ വന്നിട്ടുണ്ടെന്ന്. ഉടനെ ലോക്കർ പോയി ചെക്ക് ചെയ്യും. പക്ഷെ പണം ഉണ്ടാകില്ല. ഒരു സൈക്കോയെ പോലെ ആ മനുഷ്യനെ ആന്ന് അല്ലറിക്കറിയും. അണ്ടർഗ്രൗണ്ടിലൂടെ പുറത്തേക്ക് വഴി നോക്കി തിരിയുന്ന നായികയെ കയറിൽ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന ഒരു പെണ്ണ് പറന്ന് തട്ടി താഴെയിടും. എന്താണെന്ന് നോക്കുമ്പോൾ ആ സൈക്കോ മനുഷ്യനുണ്ടല്ലോ ഈ പെണ്ണിനെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നതാണ്. ഇവിടെ ഉണ്ടാകുന്ന ബഹളം കേട്ട് അണ്ടർഗ്രൗണ്ടിൽ ആരൊക്കെയോ ഉണ്ട് എന്ന് അയാൾക്ക് മനസ്സിലാകും. എന്നെ രക്ഷിക്കെന്ന് പറഞ്ഞ് ഒരു പേപ്പർ എടുത്ത് നായികയ്ക്ക് കാണിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൈക്കോയുടെ മകള് കാറിടിച്ച് മരിച്ചില്ലേ, ആ കാർ ഓടിച്ച പെണ്ണ് ഇവളായിരിക്കും. അതിനാലാണ് ഇവളെ കെട്ടിയിട്ടിരിക്കുന്നത്. ഈ ടൈമിനുള്ളിൽ പുറത്തേക്കുള്ള ഡോറിന്റെ കീ കണ്ടുപിടിച്ച് ഒരു വിധേന അവളുടെ കെട്ടെല്ലാം അഴിച്ച് അവളെയും താങ്ങി പിടിച്ച് പുറത്തു പോകാൻ ഡോർ തുറക്കുന്നതും ഷാർപ്പ് ടൈമില് മുകളിൽ നിന്ന് ബേസ്മെന്റിലോട്ടുള്ള ഡോർ തുറന്ന് സൈക്കോ സ്റ്റെപ്പിൽ നിൽക്കുന്നു. ആദ്യത്തെ വെടിയിൽ അലക്സിന്റെ കാത് തുളച്ചു പോകും. അടുത്ത വെടിക്ക് രക്ഷിച്ച പെണ്ണില്ലേ അവളുടെ കവിളിലും. ഇതോടെ അവള് മരിച്ച് താഴെ വീഴും. അലക്സും റോക്കിയും എങ്ങനെയൊക്കെയോ ഓടി ചാടി രക്ഷപ്പെടാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നീട് അങ്ങോട്ട് തുരാന്ന് വെട്ടിവെച്ച് ഇറങ്ങി വരുന്ന സൈക്കോ താഴെ ആരാ മരിച്ചു വീണ് കിടക്കുന്നെന്ന് തൊട്ടു നോക്കി ഓ മൈ ബേബി എന്ന് പറഞ്ഞ് ഉറക്കെ ഒരു പ്രാന്തിനെ പോലെ കരയും. ഞാൻ ആരെയും വെറുതെ വിടില്ലടാന്നും പറഞ്ഞ് ഓടിപ്പോയി ബേസ്മെന്റിൽ നിന്ന് വീടിന്റെ പുറത്തേക്ക് പോകാനുള്ള ഡോറ് ലോക്കാക്കി മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യും. ഇതോടെ റോക്കിയും അലക്സും അവിടെ തന്നെ കുടുങ്ങിപ്പോയി. ഇരുട്ടിൽ അലക്സ് തപ്പി നടക്കുമ്പോൾ സൈക്കോ അവന്റെ നെറ്റിയിൽ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യാൻ നോക്കും. ഭാഗ്യത്തിന് അതിൽ ബുള്ളറ്റ് ഉണ്ടാവില്ല. ഇന്നേരം അവിടെ ഉണ്ടായിരുന്ന റാക്ക് അയാളുടെ മേത്ത് തട്ടിയിട്ട് നാഗയും കൂട്ടി മുകളിലിട്ട് ഊട്ടി വന്ന് കഥക എങ്ങനെയോ അടച്ചു. തുറക്കാതിരിക്കാനായിട്ട് ഒരു കമ്പി അതിൽ തിരികെയും വെക്കും. ഹാവോ രക്ഷപ്പെട്ടെന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ആളുടെ വരവ്. ഇത്രയും നേരം മയങ്ങി കിടന്നിരുന്ന നായ ഉണ്ടല്ലോ മയക്കത്തിൽ നിന്നിട്ട് കുട്ടപ്പനായിട്ട് ഇവരെ പിടിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നു. അത് ഇവരെ പിടിക്കാൻ വരുമ്പോൾ ബേസ്മെന്റിലോട്ടുള്ള ഡോർ തുറക്കാതിരിക്കാൻ ഇവര് തിരികെ വെച്ച കമ്പി ഉണ്ടല്ലോ അതും തട്ടി ഡോർ ഓപ്പൺ ആകും. ഇവർ രണ്ടുപേരും 2 വഴിക്കോടി. അലക്സ് മുകളിലോട്ടോടി. മുകളിൽ നിന്ന് ഗാർഡന്റെ മുകളിലുള്ള കണ്ണാടിയുടെ മേൽ ചെന്ന് വീഴും. ആ കണ്ണാടി പൊട്ടി അവൻ താഴെയും വീഴും.
അങ്ങനെ അവൻ അവിടെ നിന്നിരുന്ന സൈക്കോ മനുഷ്യന്റെ കയ്യിൽ പെടുകയും ചെയ്യും. അയാൾ അവനെ അടിച്ച് ഒരു വിധാക്കും. അടുത്തുള്ള സിസ്റ്റർ വെച്ച് അവനെ കുത്തുന്നത് പോലെ കാണിക്കുന്നുമുണ്ട്. അപ്പുറത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നായ വിരട്ടി ഓടിയ റോക്കി ഉണ്ടല്ലോ, ഒരു AC വെന്റിലേറ്റർ വഴി നീങ്ങി ഒരു കുഴിയിൽ ചെന്ന് വീഴും. അതിലൂടെ പുറത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടി അവൾ ശ്രമിക്കുമ്പോൾ റോക്കിയെ പിടിച്ച് വലിച്ച് സൈക്കോ മറ്റേ പെണ്ണിനെ പോലെ കെട്ടി തൂക്കിട്ടു. ഇപ്പോഴാണ് ഈ വയസ്സൻ എന്തിനാണ് ആ പെണ്ണ് മരിച്ചു പോയപ്പോൾ ബേബി എന്ന് പറഞ്ഞ് കരഞ്ഞതെന്ന് പറയുന്നുണ്ട്. അതായത് അയാളുടെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ടായിരുന്നു. ഇയാളുടെ സ്പേം എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇഞ്ചക്ട് ചെയ്തിട്ടാണ് അവൾ പ്രഗ്നന്റ് ആയത്. അതേപോലെ നിനക്കും ഇഞ്ചക്ട് ചെയ്യാം, അല്ലാതെ ഞാൻ നിന്നെ റേപ്പ് ഒന്നും ചെയ്യാൻ വരുന്നില്ല. അങ്ങനെ ഇഞ്ചക്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ ഇവിടെയാണ് അടുത്ത ടെസ്റ്റ് ഇടിക്കുന്നത്. ഇത്രയും നേരം അലക്സിനെ സിസ്റ്റർ വെച്ച് അയാൾ കുത്തിക്കൊന്നല്ലേ നമ്മളെല്ലാവരും വിചാരിച്ചത്. എന്നാൽ അവനെ കുത്താൻ വന്നപ്പോൾ അവൻ ബുദ്ധിപൂർവ്വം തൊട്ടടുത്ത് മരിച്ചു കിടന്നിരുന്ന മണിയുടെ ബോഡി മുൻപിൽ പിടിച്ചു വെക്കും. ഇയാൾക്ക് കണ്ണു കാണില്ലല്ലോ. അയാൾ വീണ്ടും കുത്തിയത് അതിനെയാണ്. അലക്സ് ചുറ്റിക കൊണ്ടുവന്ന് വയസ്സന്റെ തലയിൽ പട്ടയെ നട്ടിച്ച് താഴെ വീഴ്ത്തി കെട്ടിയിട്ട് അവളെയും കൊണ്ട് വീണ്ടും പുറത്തു പോകാൻ ട്രൈ ചെയ്യും. ഡോറ് തുറന്ന് പുറത്ത് കടക്കാൻ നോക്കിയതും നമ്മുടെ വയസ്സൻ ഒരു ആർമിക്കാരനായതുകൊണ്ട് ആ അടിയൊന്നും അയാൾക്കൊരു പ്രശ്നമേ ഇല്ല. ചാട്ടി എഴുന്നേറ്റ് ഗണ്ണെടുത്ത് വെട്ടിവെച്ച് അലക്സിനെ കൊല്ലും. ഇന്നേരം കൊണ്ട് അവള് മാത്രം എസ്കേപ്പായി കാറിനുള്ളിൽ കയറിയിരിക്കും. വയസ്സൻ റോഡിലൂടെ അവളുടെ പിന്നാലെ ഓടിയെത്താൻ പറ്റിയില്ലെങ്കിലും നായ ഓടിയെത്തി കുഴച്ചു നിൽക്കും. കാർ എടുത്ത് അവിടുന്ന് രക്ഷപ്പെടാന്ന് വെച്ചാൽ കീ മരിച്ചുപോയ മണിയുടെ കയ്യിലാണ്. കാറിൽ തന്നെ ഇരുന്നാൽ വയസ്സൻ അവളെ പിടിക്കും. കാർ തുറന്നാലോ നായ അവളെ പിടിക്കും. എന്തായാലും ചെകുത്താനും കടലിനും ഇടയിലെന്ന അവസ്ഥയിലാണ് അവള്. ഉടനെ കാറിന്റെ ഡിക്കി വെച്ച് ഒരു വിദ്യ ചെയ്യും. കാറിന്റെ ഡിക്കി തുറന്ന് കയറ് വെച്ച് വലിച്ചടയ്ക്കാൻ പാകത്തിലാക്കും. നായ അതിൽ കയറിയാൽ ഉടനെ ടക്ക് നടക്കണം. ഇവൾ ഉദ്ദേശിച്ച പോലെ തന്നെ നായ കയറും. പക്ഷെ നമ്മുടെ നായ ഒരു ഒന്നൊന്നര സംഭവമായതുകൊണ്ട് അത് ഡിക്കിയും തകർത്ത് ഫ്രണ്ട് സീറ്റിൽ കുതിച്ചു വരും. പക്ഷെ എങ്ങനെയൊക്കെയോ നായ ആ കാറിൽ എന്നാക്കി അവൾ ചാടി ഇറങ്ങും. അങ്ങനെ എല്ലാം ഹാപ്പി അവസാനിച്ചെന്ന് വിചാരിച്ച് പണം വെച്ച ബാഗ് തോളിലിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ പുറകിലൂടെ വരുന്ന വയസ്സൻ അവളെ പിടിച്ച് വീടിനുള്ളിലോട്ട് കൊണ്ടുപോയി. ഇതാണ് സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട ആ രംഗം. അവൾ അങ്ങനെ നോക്കുമ്പോൾ കൈയിന്റെ മുകളിലൂടെ ഒരു വണ്ട്. അതവൾക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം നൽകി. തൊട്ടടുത്ത് കിടന്നിരുന്ന റിമോട്ട് എടുത്ത് ക്ലിക്ക് ചെയ്യും. ഇതോടെ വീടിന്റെ അലാം ടിങ് 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 അടിക്കാൻ തുടങ്ങി. ആ ശബ്ദം അയാളെ വല്ലാതെ അസ്വസ്ഥനാക്കി. ഈ ചാൻസ് നമ്മുടെ നായക അയാളെ കിട്ടിയ സാധനം വെച്ച് പട്ടാന്ന് അടിച്ച് അണ്ടർഗ്രൗണ്ടിൽ തള്ളിയിടും. അലാം മുഴങ്ങുന്നത് കേട്ട് പോലീസുകാർ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അവർ വരുന്നതിന് തൊട്ട് മുൻപേ നമ്മുടെ നായിക അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. അടുത്ത ദിവസം അവൾ അവിടെ നിന്ന് കാലിഫോർണിയയിലേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുമ്പോൾ TV ന്യൂസ് കാണിക്കുന്നുണ്ട്. ആർമിക്കാരനായ ഒരു വയസ്സന്റെ വീട്ടിൽ പണം മോഷ്ടിക്കാൻ വന്ന 2 ആളുകളെ അയാൾ കൊന്ന് കീഴ്പ്പെടുത്തി. പിടിവേലിയിൽ സാരമായ പരിക്കുകളുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അധികം വൈകാതെ ഹോസ്പിറ്റലിൽ നിന്നും അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യുന്നതായിരിക്കും. ദൈവമേ, ഇത്ര അടി കൊണ്ടിട്ടും ഇയാൾ മരിച്ചില്ലെന്ന് മനസ്സിൽ വിചാരിച്ച് ആ നാടിനോട് അവൾ ഗുഡ് ബൈ പറയും. ഞാനും ഈ കഥയ്ക്ക് ഗുഡ് ബൈ പറയുന്നു. നിക്ക് പ്ലീസ്. നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് ആളുകൾ കാണുകയും പോസിറ്റീവായിട്ടുള്ള കമൻറ്റ് ഇടുകയും ചെയ്യുന്നുണ്ട്. അതിലൊക്കെ എനിക്ക് വളരെയധികം സന്തോഷം. എന്നാൽ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഇതുവരെ എനിക്ക് കട്ട സപ്പോർട്ടായിട്ട് നിന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. താങ്ക് യു. ബൈ.